വെൽക്കം ബാക്ക് ടു SSC മലയാളി. സോ മൈ ഡിയർ ആസ്പിരൻസ്, നമ്മളെല്ലാവരും കാത്തിരുന്ന, ഒരുപാട് പേര് എഴുതാൻ ആഗ്രഹിച്ച് അതിനുവേണ്ടി കൃത്യമായി പഠിച്ചൊരുങ്ങിയിരിക്കുന്ന നമ്മുടെ GD എക്സാം ഫൈനലി ഇതാ സംഭവിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ എല്ലാ ആശങ്കകളെയും അകറ്റിക്കൊണ്ട് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഇതാ എക്സാക്ട് ഡേറ്റ്സ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു. നമുക്കറിയാം, നമ്മളെല്ലാവരും ഫെബ്രുവരിയിൽ തന്നെ എക്സാം നടക്കും എന്ന് വളരെ ദൃഢമായി വിശ്വസിച്ച് പ്രിപ്പറേഷൻ തുടങ്ങിയ ആൾക്കാരാണ് അല്ലേ. വളരെ പെട്ടെന്നാണ് ചില സാങ്കേതിക കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ എക്സാം മാറ്റപ്പെടുകയും പിന്നീട് അത് അനന്തമായി നീണ്ടുപോവുകയും ചെയ്യുന്നത്. അപ്പം യഥാർത്ഥത്തിൽ നമുക്ക് പഠിക്കാൻ കുറച്ചധികം സമയം കിട്ടിയെങ്കിൽ പോലും ഇത് വളരെയധികം നീണ്ടുപോകുമോ എന്നൊരു ആശങ്ക നമ്മളെ സംബന്ധിച്ചുണ്ടായിരുന്നു. ആ ആശങ്കയ്ക്കൊക്കെ ഇപ്പോൾ ഒരു അറുതി വന്നിരിക്കുകയാണ്. വി ഗോട്ട് ദ എക്സാക്ട് ഡേറ്റ്സ്. അപ്പോൾ നമുക്ക് കൃത്യമായ ഡേറ്റുകളെ കുറിച്ചും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും വളരെ ബ്രീഫായിട്ടൊന്ന് സംസാരിച്ചു പോകാം. അപ്പം നമ്മുടെ സ്വന്തം GD എക്സാം നടക്കുന്ന ഡേറ്റുകൾ എന്ന് പറയുന്നത് വളരെ കൃത്യമായി പറയുകയാണെങ്കിൽ 2026 ഏപ്രിൽ 27 മുതൽ അടുത്ത മാസം അവസാനം വരെ, അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മെയ് 30 വരെ ആയിരിക്കും സംഘടിപ്പിക്കപ്പെടുക. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ഏപ്രിൽ 27 മുതൽ മെയ് 30 വരെയുള്ള 34 ദിവസങ്ങളിലായിട്ടായിരിക്കും രാജ്യമെമ്പാടും ഈ ഒരു പരീക്ഷ കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു എക്സാം പീരീഡിന് ഇപ്പം ഡേറ്റുകൾ കൃത്യമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു എക്സാം പീരീഡിനെ 4 ആഴ്ചകളായിട്ട് ഭാഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വീക്ക് 1 എന്ന് പറയുന്നത് ഏപ്രിൽ 27 മുതൽ മെയ് 2 വരെയുള്ള ഒരു പീരീഡാണ്. വീക്ക് 2 എന്ന് പറയുന്നത് മെയ് 4 മുതൽ മെയ് 9 വരെ. വീക്ക് 3 18 മുതൽ മെയ് 23 വരെ. എൻ്റെ അവസാന ആഴ്ച എന്ന് പറയുന്നത്, 4ാമത്തെ ആഴ്ച എന്ന് പറയുന്നത് മെയ് 25 മുതൽ മെയ് 30 വരെയാണ്. അതോടുകൂടി നമ്മുടെ എക്സാം അവസാനിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ SSC നമുക്ക് വേണ്ടി പുട്ട് ഫോർവേഡ് ചെയ്തിരിക്കുന്ന ഏറ്റവും അപ്രിഷിയേറ്റബിൾ ആയിട്ടുള്ള ഒരു സാധ്യത, ഒരു അവസരം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ ഈ ഒരു 4 ആഴ്ച അല്ല, ഇപ്പം 4 ആഴ്ചയുടെ കാര്യം പറഞ്ഞിരുന്നു. അപ്പം ഇതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള, നമുക്ക് സൗകര്യമുള്ള ഒരാഴ്ചയിൽ ഒരാഴ്ചയെ നമുക്ക് എക്സാം എഴുതാൻ വേണ്ടി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതിനുവേണ്ടി നിങ്ങൾ ഇത്രമാത്രം ചെയ്യുക. നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ അക്കൗണ്ട്സും ക്രെഡൻഷ്യൽസും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്കൊരു പോർട്ടൽ ഉണ്ടാവും. ആ പോർട്ടലിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രിഫറൻസ് ലിസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾക്ക് 1ാമത്തെ ആഴ്ചയോ അല്ലെങ്കിൽ 4ാമത്തെ ആഴ്ചയോ ഒക്കെയാണ് നിങ്ങൾക്ക് സ്പെസിഫിക്കലി പരീക്ഷ എഴുതാൻ ആഗ്രഹമുള്ളതെങ്കിൽ അത് കൃത്യമായിട്ട് തിരഞ്ഞെടുക്കാനുള്ളൊരു അവസരമുണ്ട് എന്ന് മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ, സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്കിപ്പം 4ാമത്തെ ആഴ്ചയാണ് പരീക്ഷ എഴുതേണ്ടത്. 1ാമത്തെ 2ാമത്തെ ആഴ്ചയൊക്കെ എനിക്ക് വിവാഹവും അല്ലെങ്കിൽ ഹൗസ് വാമിങ് തുടങ്ങിയ പേഴ്സണൽ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. 3ഉം 4ഉം ഒക്കെയാണ് ഞാൻ ഫ്രീ ആയിട്ടുള്ള ആഴ്ചകൾ എന്ന് പറയുന്നത്. അപ്പം അത് കിട്ടാൻ നമ്മൾ ഏത് രീതിയിൽ കൊടുക്കണം എന്ന് വെച്ചാൽ, ആദ്യം 4ാമത്തെ ആഴ്ച കൊടുക്കുക, പിന്നെ ഒരു 3ാമത്തെ ആഴ്ച കൊടുക്കുക, പിന്നെ 2, 1 ഒക്കെ അതിൻ്റെ താഴെ വരുന്ന രീതിയിൽ വേണം ഈ ഒരു പ്രിഫറൻസ് കൊടുക്കാൻ. അപ്പം നിങ്ങൾ കൊടുക്കുന്ന ആ പ്രിഫറൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഡേറ്റ്, എക്സാം ഡേറ്റ് ഓരോരുത്തർക്കും അലൗട്ട് ചെയ്ത് കിട്ടുക എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു പോർട്ടൽ അധിക ദിവസങ്ങളൊന്നും ഓപ്പൺ അല്ല. അത് ഇന്ന്, അതായത് ഏപ്രിൽ 11, ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഈ ഒരു സമയം, ഈ ഒരു തീയതി 3 മണി മുതൽ ഏപ്രിൽ 15 വരെ, കഷ്ടിച്ചൊരു 4 ദിവസങ്ങളെ ഈ ഒരു പോർട്ടൽ ഓപ്പൺ ആയിട്ടുള്ളൂ കേട്ടോ. ഏപ്രിൽ 15 5 മണി വരെ ആ ഒരു സമയത്തിൽ മാത്രമായിരിക്കും ഈ ഒരു പോർട്ടൽ ഓപ്പൺ ആയിരിക്കും. അപ്പം എല്ലാവരും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക, ഇത് യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അപ്പം സ്റ്റാഫ് സെലക്ഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലായിരിക്കും ഇനിയുള്ള വിവരങ്ങൾ, എക്സാമിനെ സംബന്ധിച്ച് വിവരങ്ങളൊക്കെ വരിക. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ട്രസ്റ്റബിൾ ആയിട്ടുള്ള സോഴ്സസിൽ നിന്ന് മാത്രം വിവരങ്ങൾ ശേഖരിക്കുക. ഓക്കെ, അപ്പം എല്ലാവർക്കും ആശംസകൾ നേരുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എക്സാം ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.